ഇസ്രായേലിൽ ചില ഈ ബോർഡറിനോട് ചേർന്ന് നടന്നിട്ടുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾ കളിക്കുന്ന പാർക്കുകളിൽ ബോംബ് അതിൻ്റെ സൈറൺ മുഴങ്ങുമ്പോൾ ഓടി ഒളിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുട്ടികൾക്ക് പറ്റിക്കൊള്ളുന്നില്ല കളിക്കുന്ന സമയത്ത്. അപ്പോൾ അതിനുവേണ്ടി അവർ ചെയ്തിരിക്കുന്നത്, നമ്മുടെയൊക്കെ ഇവിടെയുള്ള കളി സ്ഥലങ്ങളിലൊക്കെ ഈ കാറ്റർപില്ലർ അതുപോലുള്ള സാധനങ്ങളൊക്കെ പണിത് വെക്കുന്നത് അവരവിടെ ബോംബ് ഷെൽട്ടറായിട്ട് തന്നെ അങ്ങ് പണിതിരിക്കുകയാണ്. കുട്ടികൾ അതിനകത്ത് തന്നെ നിന്നാൽ മതി, വേറെ എങ്ങോട്ടേക്ക് ഓടി പോകാൻ നിൽക്കണ്ട എന്നുള്ളതാണ് അവരിപ്പോൾ കണക്ക്. എന്ന് വെച്ചാൽ സൈറൺ മുഴങ്ങുക, ബോംബ് വീഴുമെന്നുള്ള മെസ്സേജ് നിങ്ങൾ മനസ്സിലാക്കുക, ഓടി ഒളിക്കുക എന്ന് പറയുന്നത് ഇന്ന് വളർന്നു വരുന്ന കുട്ടികളുടെ ഒരു നിത്യജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, അവരാരും എവിടെ നിന്ന് ഈ ബോംബ് വരുന്നതെന്ന് അറിയാതെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്തോ ഒരു പ്രശ്നം അവിടെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ ശത്രുക്കൾ അപ്പുറത്തു നിന്ന് വിടുന്നതാണ് എന്ന് പറഞ്ഞിട്ടല്ല അവിടെയുള്ള കുട്ടികളെ വളർത്തുന്നത്. എന്നാൽ ഗാസയിലെ കുട്ടികളെ വളർത്തുന്നത്, ചെറിയ കുട്ടികളെ പോലും അവരുടെ ഡ്രില്ല്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ഈ കിബുട്സുകളിൽ പോയിട്ട് അല്ലെങ്കിൽ ഇസ്രായേലി ജൂതന്മാരുടെ വീടുകളിൽ പോയിട്ട് അവരെ തട്ടിക്കൊണ്ടു പോകുന്നത് എങ്ങനെ എന്ന് ചെറിയ കുട്ടികളെ കൊണ്ട് നാടകം കളിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുക. ഇതൊക്കെയാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്.